സ്നേഹപുറം ശ്യാമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ തൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം വളരെ അടുത്ത ദിവസം തന്നെ വർണ്ണിൻ്റെ രാധികയുടെ പേരിലേക്ക് മാറ്റി എഴുതാനും അതോടെ കടമംഗലത്ത് ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നീക്കി അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനും വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. ശ്യാമയുടെ ഈ തീരുമാനം അറിയുന്നതും ചന്ദ്രശേഖരൻ ആ രജിസ്ട്രേഷൻ ഒരിക്കലും നടക്കരുത് എന്ന് ബെഞ്ചമിനോട് പറയണേണ്. അതിനായിട്ട് ഇന്ന് രാത്രി തന്നെ ശ്യാമയുടെ ജീവൻ എടുക്കണമെന്നും നാളത്തെ പത്രങ്ങളിൽ ശ്യാമയുടെ മരണവാർത്ത വേണം റിപ്പോർട്ട് ചെയ്യപ്പെടാനെന്നും ബെഞ്ചമിനോട് പറയുവാണ്. അത് കേൾക്കുന്നത് ബെഞ്ചമിനാണെങ്കിൽ ചന്ദ്രശേഖരന് ഉറപ്പ് കൊടുത്ത് ശ്യാമയെ കൊല്ലാനായിട്ട് ശ്യാമേൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുവാണ്. അങ്ങനെ രജിസ്ട്രാറെ വിളിച്ച് സംസാരിക്കുകയും നാളെ എന്താണെങ്കിലും അവധിയായത് കാരണം മറ്റന്നാൾ തന്നെ രജിസ്ട്രേഷൻ നടത്താമെന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ശ്യാമ. ഈ കാര്യങ്ങളെല്ലാം അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വന്നതെന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ശ്യാമ. പിന്നീട് വരുണും രാധികയും കൂടി പുറത്ത് കറങ്ങാൻ പോയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവരങ്ങനെ ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. വരുണിൻ്റെ മൂഡൗട്ടൊക്കെ ഒന്ന് മാറി വരുണിനെ ഒന്ന് ഹാപ്പിയാക്കാനായിട്ട് രാധിക ശ്രമിക്കുക. അങ്ങനെ അവർ അതുവഴി നടക്കുമ്പോഴായിരിക്കും ഒരു സ്വാമിജിനെ കാണുന്നത്. ഈ സമയം സ്വാമിജി രാധികയെ കാണുന്നതും രാധികയുടെ അരികിലേക്ക് വരുവാണ്. മാതാവിന് എന്തോ ഒരു ദോഷം സംഭവിക്കാൻ പോകുന്നു. ആയുധമേന്തിയ ഒരാൾ മാതാവിൻ്റെ പുറകെ തന്നെയുണ്ട്. സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കുട്ടിക്ക് കുട്ടിയുടെ അമ്മയെ എന്നേക്കുമായി നഷ്ടപ്പെടും. അങ്ങനെ പറഞ്ഞ് ആ സ്വാമിജി അവിടെ നിന്നും പോകുവാണ്ടോ. സ്വാമിജിയുടെ വാക്കുകൾ കേട്ട് ടെൻഷനിൽ നിൽക്കുവാണ്ടോ രാധികം വരണം. അന്നേരം രാധിക പറയുന്നുണ്ട്, വരുൺ, ആ സ്വാമിജി പറഞ്ഞത് കേട്ടില്ലേ? അമ്മയ്ക്ക് എന്തോ ഒരു അപകടം ഉണ്ടെന്നല്ല അദ്ദേഹം പറഞ്ഞത്. എടോ, ഇതുപോലെ പലരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ചുമ്മാ ഇതുപോലെ വായി തോന്നുന്നേക്ക് വിളിച്ചു പറയും. താനത് നോർത്ത് മനസ്സ് വിഷമിപ്പിക്കല്ലേ? ഇല്ല വരുൺ, അദ്ദേഹം അങ്ങനെ ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ ഭഗവാൻ എനിക്ക് തന്ന സൂചനയാണിതെന്നെങ്കിലോ. നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മയുടെ അരികിലേക്ക് പോകാം. എനിക്ക് ഇപ്പം തന്നെ അമ്മയെ കാണണം. എടോ, ഈ രാത്രിയിലോ? എനിക്കിപ്പോൾ തന്നെ അമ്മയെ കണ്ടേ പറ്റൂ. എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. വരുൺ, വേഗം വാ. അങ്ങനെ പറഞ്ഞ് രാധിക വരുണിനൊപ്പം ശ്യാമയുടെ വീട്ടിലേക്ക് പുറപ്പെടുവാണ്. ഇതേ സമയം തന്നെ രാത്രി മുഖമൊക്കെ മറിച്ച് ശ്യാമയുടെ വീട്ടിൽ ബെഞ്ചമിൻ എത്തുന്നുണ്ട് കേട്ടോ. ശ്യാമയെ വകവരുത്താനായിട്ട് ഒരു കത്തിയുമായിട്ട് ബെഞ്ചമിൻ അകത്തേക്ക് കയറി പോകുവാണ്. അങ്ങനെ പതുങ്ങി നിൽക്കുമായിരിക്കും. ഈ സമയം ശ്യാമ താഴത്തു നിന്ന് മുകളിലത്തെ റൂമിലേക്ക് കയറുന്നത് ബെഞ്ചമിൻ കാണുന്നുണ്ട്. അങ്ങനെ കത്തിയുമായി ശ്യാമയുടെ പിന്നാലെ തന്നെ നടന്ന് ചെല്ലുവാണ് കേട്ടോ ബെഞ്ചമിൻ. കത്തിയെടുത്ത് ശ്യാമയെ കുത്താൻ പോകുമ്പോഴായിരിക്കും അമൃത ഈ കാഴ്ച കൊണ്ട് ശ്യാമേ എന്നും പറഞ്ഞ് അലറി വിളിക്കുന്നത്. അന്നേരം പെട്ടെന്ന് തിരിയുന്ന ശ്യാമ ബെഞ്ചമിനെ കാണുവാണ്. അങ്ങനെ ബെഞ്ചമിൻ്റെ അടുത്തു നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്യാമ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അമൃതയും ബെഞ്ചമിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെല്ലാം തട്ടിമാറ്റി ബെഞ്ചമിൻ ശ്യാമയ്ക്ക് നേരെ വീണ്ടും ഓടുക. അന്നേരം അമൃത ഉച്ചത്തി പറയുന്നുണ്ട്, ശ്യാമേ, നീ ഓടിപ്പോ, ഓടി രക്ഷപ്പെടും ശ്യാമേ. അങ്ങനെ ശ്യാമ വേഗം തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. പിന്നാലെ തന്നെ കത്തിയുമായിട്ട് ബെഞ്ചമിനും പാഞ്ഞോടി വരുമായിരിക്കും. അങ്ങനെ ശ്യാമയെ കുത്താനായിട്ട് കൈയോങ്ങുന്നതും അന്നേരം അവിടെ എത്തിയ വരുണും രാധികയും കൂടി ബെഞ്ചമിനെ പിടികൂടുന്നുണ്ട്. വരുൺ അങ്ങനെ ബെഞ്ചമിൻ്റെ കൈ തടയുവാണ്. വരുൺ അങ്ങനെ ബെഞ്ചമിനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ബെഞ്ചമിനെ നല്ലപോലെ ഇടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ബെഞ്ചമിൻ്റെ ആ മുഖം മൂടി വലിച്ചു വരുവാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലെ ബെഞ്ചമിനാണെന്ന് തിരിച്ചറിയുവാണ് കേട്ടോ. എടാ, നീയാണല്ലേ ഞങ്ങളെപ്പോൾ കൊല്ലാൻ നോക്കിയത്? ഇത്രയും നാളും നിന്നെ വിശ്വസിച്ച് ഞാൻ കൂടെ നിർത്തി. പക്ഷേ നീ ആരുടെയൊക്കെ കൊട്ടേഷൻ ഇട്ടിട്ട് ഞങ്ങളെ തകർക്കാമെന്നതായിരുന്നു അല്ലേടാ? സത്യം പറ, നിൻ്റെ പിന്നിൽ ആരാടാ ഉള്ളത്? എന്നാൽ ബെഞ്ചമിൻ വരുണിൽ നിന്നും തെന്നി മാറുവാണ് കേട്ടോ. വരുണിനെ തള്ളിയിട്ട് ബെഞ്ചമിൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാണ്. ഈ സമയം ഇത് കണ്ട് ഭയന്ന് നിൽക്കുവാണ് രാധികയും ശ്യാമയും ഒക്കെ. അന്നേരം രാധിക ഓടിച്ചെന്ന് അമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മേ, എന്തെങ്കിലും പറ്റിയോ? ഇല്ല മോള്, കൃത്യസമയത്ത് വരുൺ വന്ന കാരണം രക്ഷപ്പെട്ടു. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, വരുൺ, ആ ബെഞ്ചമിൻ അയാൾ എന്തിനാ അമ്മയെ കൊല്ലാമെന്നത്? അറിയില്ല രാധികയെ. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അവൻ്റെ പിന്നിൽ മറ്റാരൊക്കെയുണ്ട്. കടമംഗലത്തിൻ്റെ പതനം കാണാൻ തയ്യാറായി നിൽക്കുന്ന ആരോഗ്യവും അവരാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇതിനു മുമ്പ് നമുക്കെതിരെ നടത്തിയ അറ്റാക്കും അതുപോലെ മാഡത്തിൻ്റെ വീട്ടിൽ വന്ന് വിൽപ്പത്രം എടുത്തതും ഇപ്പം മാഡത്തിനെ കൊല്ലാൻ നോക്കിയതും ഒക്കെ നമ്മുടെ തകർച്ചയെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. രജിസ്ട്രേഷൻ്റെ കാര്യം അറിഞ്ഞ് ആ ഒരു നീക്കം ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു ഈ ശ്രമം. എന്താണെങ്കിലും മാഡം കൂടുതൽ ശ്രദ്ധിക്കണം. നമുക്ക് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറയാം. ACPയോട് പറഞ്ഞ് കുറച്ച് പോലീസുകാരെ ഇവിടെ സെക്യൂരിറ്റിക്ക് ഇടാം. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, വേണം വരും, ഇതിൻ്റെ പിന്നിലുള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കണം. ആ ബെഞ്ചമിൻ ഇനി വെറുതെ വിടാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലേറ്റസ്റ്റ് പ്രമോയിൽ കാണിക്കുന്നത്. അങ്ങനെ എന്താണെങ്കിലും വെല്ലുവിളിയുമായിട്ട് പോയ ബെഞ്ചമിൻ ജീവനും കൊണ്ട് പാഞ്ഞോടിയാണ് ചന്ദ്രശേഖരൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരുന്നത്. എന്നാണെങ്കിലും വരുന്ന കാര്യങ്ങൾ കൂടുതൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ അധികം വൈകാതെ തന്നെ ചന്ദ്രശേഖരനും ഗൗതമാവല്ലേ എന്ന് വരുൺ തിരിച്ചറിയും. അപ്പോൾ നമുക്ക് ആ ഒരു എപ്പിസോഡുകൾക്കായിട്ടൊക്കെ കാത്തിരിക്കാം. ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്